ഹായ്, വെൽക്കം ടു പ്രിയാമ്പിൾ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ സബ് ഇൻസ്പെക്ടറിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്ന കുട്ടികൾ കേൾക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. കാരണം നിങ്ങൾ ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിന് പോവുക, പരമാവധി മാർക്ക് വാങ്ങിക്കുക, റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മളുടെ ഇനിയുള്ള ലക്ഷ്യം. കാരണം നമുക്ക് ഇനിയുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ഏതാണ്ട് അടുത്തെത്തി കഴിയും. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മളുടെ തന്നെ ഇൻ്റർവ്യൂ ക്ലാസ്സുകളും ബാച്ചുകളും ഒരു മോക്ക് ഇൻ്റർവ്യൂ മാത്രമായിരുന്നില്ല, വളരെ എക്സ്റ്റെൻസീവായിട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഇൻ്റർവ്യൂ മാറ്റി വെക്കുന്നതിന് മുന്നേ തന്നെ തുടങ്ങി ബയോഡേറ്റ സെഷൻ ആണെന്നുണ്ടെങ്കിലും 1-on-1 ഇൻ്റർവ്യൂസ് ആണെന്നുണ്ടെങ്കിലും അതിനുശേഷമുള്ള പാനൽ ഇൻ്റർവ്യൂസ് ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ഫൈൻഡ് അപ്പ് ചെയ്തു. ആൻഡ് ആസ് ദി ഹെഡ് ഓഫ് ദി ഇൻ്റർവ്യൂ പ്രോഗ്രാം ഐ എം 100% ഷുവർ ദാറ്റ് വി ഹാവ് ഗ്രൂം യു ടു ദി ബെസ്റ്റ്. നിങ്ങൾ 45 പേരെയും ഏറ്റവും മികച്ച രീതിയിലാണ് ഇൻ്റർവ്യൂവിന് നിങ്ങളെ ഗ്രൂം ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളുമാണ്. അതിനെ പറ്റിയിട്ടൊന്നും ഞാനിവിടെ പറയുന്നില്ല. സോ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് നമ്മൾ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് യു ഹാവ് ടു ഡു എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇവിടെ ഇനി ഒരു പ്രിപ്പറേഷൻ ഉള്ളൊരു സമയമൊന്നും ഇനിയില്ല. ഇനിയുള്ള സമയത്ത് നിങ്ങൾ എന്തെങ്കിലും നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വായിച്ച് നോക്കുക. സ്പെസിഫിക് ടു ദ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ക്ലാസ് കാണുന്ന മറ്റ് കുട്ടികളും ഇതിനകത്തുണ്ടാവും, മീൻസ് ഈ വീഡിയോ കാണുന്ന മറ്റ് സ്റ്റുഡൻസും ഇതിനകത്തുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അറിവ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റിയിട്ടുള്ള അറിവ്, അതിൻ്റെ ഒരു ചരിത്രം, കേരള പോലീസിൻ്റെ ഒരു ചരിത്രം, പോലീസിൻ്റെ പദ്ധതികൾ, ദെൻ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഒരു ബേസിക്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്രിമിനൽ നിയമങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. പുതിയ നിയമങ്ങളെ പറ്റിയിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട സെക്ഷനുകളെ പറ്റിയിട്ടൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. നിങ്ങളുടെ നാടിനെ പറ്റിയിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ബയോഡേറ്റ എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ നാട്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഹോബി, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ അനിഷ്ടങ്ങൾ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഇതെല്ലാം കൃത്യമായി ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറയാനുള്ള കൃത്യമായ ഉത്തരം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ബയോഡേറ്റ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അതല്ല, അതിന് പുറമേ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമല്ലോ. അത് ഏതൊരു മനുഷ്യനെ പോലെ തന്നെയും നിങ്ങൾക്ക് അറിയണമെന്ന് നിർബന്ധമൊന്നുമുള്ള കാര്യങ്ങളല്ല. അറിയാവുന്നതിന് ആ കോൺഫിഡൻസിൽ തന്നെ അവതരിപ്പിക്കുക. സോ ഇനി നിങ്ങൾ ഏത് ഭാഗത്താണ് ഒരു ഫോക്കസ് കൊടുക്കേണ്ടത് ടുവേർഡ്സ് ദ ലാസ്റ്റ്, ഈ 1-2 ദിവസം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. കാരണം യു ഹാവ് ടു ബി കോൺഫിഡൻറ്റ്. നിങ്ങൾ അത്രത്തോളം കോൺഫിഡൻ്റ് ആയിരിക്കുക. നെർവസ്നെസ് ഉള്ള കുട്ടികളുണ്ട് ഇതിൽ. നിങ്ങൾക്ക് ഉത്തരം ഇങ്ങോട്ട് വരുന്നില്ല, ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയി പോകുന്നു, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ, അതാണ് നിങ്ങളുടെ ഉള്ള കഴിവിനെ കൂടി ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള അറിവിനെ കൂടി ഇല്ല എന്ന് കാണിക്കുന്നത്. അപ്പം ആ ഭാഗത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ആ കോൺഫിഡൻസ് കിട്ടുന്നതിന് ഈ മെഡിറ്റേഷൻ യോഗ മാത്രം മതിയോ? പോരാ. നമ്മളുടെ ആ ഒരു ബേസിക് പ്രിപ്പറേഷൻ അതിനോടൊപ്പം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് അത് നിങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും, തേച്ച് മടക്കി ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിനകത്തുള്ള ആ ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പോലും തന്നെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഡ്രസ്സ് ചെയ്യുക. കാരണം ആദ്യമായി ഇടുന്നതിൻ്റെ ഒരു ഡിസ്കംഫേർട്ട് തോന്നരുത്. കാരണം ഇപ്പം സപ്പോസ് നിങ്ങൾ മോസ്റ്റ്ലി എല്ലാവരും എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഷർട്ട് ഇൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫോമൽ ഷർട്ട് ആൻഡ് പാൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, ഫുൾ സ്ലീവ് ആയിരിക്കും, കഫൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ ചെല്ലുന്നത്. ഗ്രൂമിംഗ് ഒക്കെ പ്രോപ്പർ ആക്കേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിരിക്കുക. അതേപോലെ തന്നെ ലേഡീസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാരി ഉടുക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫോമൽ ചുരിദാർ എന്നുള്ളൊരു രീതിയിൽ നല്ല രീതിയിലുള്ള ഡ്രസ്സ് കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പോൾ സാരിയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടോ രണ്ടാമതായിട്ടോ ഒക്കെ ആയിരിക്കും ഉടുത്തിട്ടുണ്ടാവുക. ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് ഇൻഷർട്ട് ചെയ്ത് ഒരു നല്ല ഫോമൽ ഷൂസൊക്കെ ചിലപ്പം ഒരുപക്ഷെ നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രമായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ആ ഒരു ഡ്രസ്സിൽ ചിലപ്പം അത്ര കംഫർട്ടബിൾ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലൊരു റിഹേഴ്സലൊക്കെ കൊണ്ടുവരിക. പലതവണ ഇട്ട് റൂമിനകത്ത് നിന്ന് ഇറങ്ങി സെർമേ കമിൻ എന്ന് പറഞ്ഞ് തിരിച്ച് റൂമിലേക്ക് ചെന്ന് കയറി എങ്ങനെയൊക്കെ ഇരിക്കണമെന്നൊക്കെയുള്ളത് നോക്കുക. ചുറ്റുമുള്ളവർക്ക് ഒരു കോപ്രായമൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ പ്രിപ്പറേഷൻ. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മസിൽ മെമ്മറിയിലേക്കായിരിക്കും അത് ചെല്ലുന്നത്. നാളെ നിങ്ങൾ ചെന്ന് നേരെ ഡയറക്റ്റ് ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്. സോ ഇറ്റ് ലുക്സ് എ കോൺഫിഡൻറ്റ് പേഴ്സൺ. നിങ്ങൾ ഒരു വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ടായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് അവരെ അപ്പിയർ ചെയ്യിക്കാൻ സാധിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ബോർഡിൽ 4 പേരായിരിക്കും മിനിമം ഉണ്ടായിരിക്കുന്നത്. അതിലൊന്ന് പോലീസ് ഫോഴ്സിൽ നിന്നുള്ള ഒരാളായിരിക്കും, ഒന്നൊരു സൈക്കോളജിസ്റ്റ് ആയിരിക്കും, പിന്നെ PSCയുടെ ബോർഡിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അവർ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ആവാം. അപ്പം ഇനി ചോദ്യങ്ങൾ ഏതൊക്കെ ചോദിക്കും സാർ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. ചോദ്യങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇൻ്റർവ്യൂവിന് എന്തിനെ പറ്റിയിട്ട് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ മേജർലി നല്ലൊരു ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ
ബയോഡേറ്റയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. മേജർലി ചോദ്യങ്ങൾ അതായിരിക്കും. മാത്രമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പിൻവലിക്കുകയാണ്. അത് മാത്രമായിരിക്കില്ല ഉണ്ടാവുന്നത്. ബയോഡേറ്റയിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാകും. പിന്നെ ഇരിക്കുന്ന ആളിൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഇൻ്റർവ്യൂവറിൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ പോലും ചോദിക്കും. നമ്മുടെ സിലബസിൻ്റെ ഒക്കെ ഭാഗമായിരിക്കും, പഠിച്ചിട്ടുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഭൂമിക്ക് താഴെ സൂര്യന് താഴെയുള്ള എന്തിനെ പറ്റിയിട്ടും, സൂര്യന് മുകളിലുള്ള എന്തിനെ പറ്റിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പെക്റ്റ് ചെയ്യുക. പിന്നെ അതിനെ കറണ്ട് അഫയേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പൊളിറ്റിക്കൽ അല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ, നിങ്ങളുടെ വിജയിച്ച സ്ഥാനാർത്ഥി, തോറ്റ സ്ഥാനാർത്ഥി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയൊന്ന് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. നിങ്ങളുടെ മണ്ഡലത്തെ പറ്റിയിട്ടൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഏത് പാർട്ടിയോടൊക്കെയുള്ള താല്പര്യം എന്നുള്ളൊരു രീതിയിലല്ല, നിങ്ങൾ ആരാണ്, എങ്ങനെയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവാൻ സാധ്യത. കാരണം തീരുമാനം എന്തായാലും ഉണ്ടാകത്തില്ല ആ സമയത്ത്. ആരെയും ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, തീരുമാനം ആയി വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആരെയായിരിക്കും താല്പര്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണ്, ഒന്നുകിൽ സേഫായിട്ട് സാർ അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് അത്ര ഫോക്കസ്ഡ് അല്ല എന്ന രീതിയിൽ പറയാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരാളുടെ പേര് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ആളിൻ്റെ കുറച്ച് ക്വാളിറ്റീസ് കൂടിയിട്ട് നിങ്ങൾക്ക് പറയാം. അദ്ദേഹം ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ ഇന്നയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം. അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ആൻസേഴ്സ്. അപ്പോൾ ഇതിൽ പല കുട്ടികൾക്കും ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് ഞാൻ ഈ ഉത്തരം പറഞ്ഞാൽ മതിയോ സാർ, അല്ലെങ്കിൽ ഇതിന് ഞാൻ ഈ ഉത്തരം പറഞ്ഞാൽ മതിയോ സാർ എന്ന രീതിയിലൊക്കെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാവും. അതിന് ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ അല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഉത്തരം എഴുതി തരേണ്ടത് അല്ലെങ്കിൽ പറഞ്ഞു തരേണ്ടത്. ഇതിന് നിങ്ങൾ ഈ ഒരു രീതിയിൽ കൺവിൻസിങ് ആക്കുക എന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഉത്തരവും പറയാം, പക്ഷേ അതെന്തായിരിക്കണം, അതിനൊരു കൺവിൻസിങ്, അതായത് ആ ബോർഡ് മെമ്പേഴ്സിന് ഗുഡ്, ഇറ്റ് ഈസ് ഗുഡ്, ഹിസ് ആൻസർ വാസ് ഗുഡ് എന്ന രീതിയിൽ ഒരു തോന്നലുണ്ടാക്കാൻ സഹായിക്കണം. അത് നമ്മൾ അവതരിപ്പിക്കുന്നത് പോലെ ഇരിക്കും. ഇനി നമ്മളുടെ ഹോബി എഴുതുന്ന കാര്യത്തിലും സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ എഴുതുന്ന കാര്യത്തിലും പല സ്റ്റുഡൻസും മോക്കപ്പ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വരാറുണ്ട്. പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ബയോഡേറ്റ എഴുതിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ജെന്യുവിൻ അല്ലാത്തത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ വെട്ടിത്തിരുത്തിയിട്ട് നിങ്ങൾ ജെന്യുവിനായിട്ട് തന്നെ കൊടുക്കുക. അത് നിങ്ങളുടെ ഹോബി പോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സില്ലി എന്ന് കരുതുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളതിനെ ഹോബിയായിട്ട് തന്നെ എഴുതുക. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, പേര് ഞാൻ ഓർക്കുന്നില്ല. ആള് ഹോബിയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത് സിനിമയുടെ റിവ്യൂ കാണുക എന്നുള്ളതാണ്. അതിന്ന് പല ആളുകളും അതൊരു ഹോബി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലാണ്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ കാണുന്ന ഒരു ശീലമുണ്ട് നമുക്ക്. അപ്പോൾ അതിനകത്ത് എന്ത് റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ് ആ ഹോബി കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയൊരു കാര്യം. ലൈക്ക് ഒരു നോർമൽ ഒരു സംഗതി പോലെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. ബട്ട് വെൻ ഐ ആസ്ക് ഹിം എ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് വൈ ഓർ വാട്ട് കൈൻഡ് ഓഫ് ബെനിഫിറ്റ്സ് that you can get from this hobby. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമുക്ക് പൂർണ്ണമായിട്ട് ചോദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഹോബി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. എനിക്ക് എൻ്റെ ഹോബി അതൊരു പ്ലഷർ കിട്ടുന്ന ഒരു കാര്യമാണ്. എനിക്ക് വളരെയധികം സന്തോഷം കിട്ടുന്ന, സമയം കണ്ടെത്തിയാൽ, സമയം ഉള്ളപ്പോഴൊക്കെ എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും വേറെയില്ല. പക്ഷേ എന്നിരുന്നാലും അങ്ങനെ ഒരു ഹോബി കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ്, നിങ്ങളുടെ സന്തോഷം എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ നിന്നും അതർ ദാൻ ദാറ്റ്, ആ ഒരു സമയം നമ്മൾ ചെലവഴിക്കുന്നത് എന്നതിനപ്പുറത്തേക്ക് ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചപ്പം ദി ആൻസർ വാസ് സോ ഗുഡ്. ആൻസർ വളരെ മികച്ചതായിരുന്നു. അതായത് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ വിജയിച്ചാൽ ആ സമൂഹത്തിലുള്ള ആളുകൾക്ക് ആ സിനിമയോടുള്ള ആ താല്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആ സമൂഹത്തിന്റെ പൾസ് എനിക്ക് ആ സിനിമയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു എന്നുള്ളത്. വൺ ഓഫ് ദ ബെസ്റ്റ് ആൻസേഴ്സ് ദാറ്റ് ഐ ഹാവ് ഹേർഡ് അമംഗ് ഓൾ ദീസ് ഇന്റർവ്യൂസ്. അത്രയും മികച്ച ആൻസർ ആയിരുന്നു അതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ സില്ലി എന്ന് കരുതിയിരുന്ന ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അത് നമ്മളുടെ ഹോബി ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നും വളരെ മികച്ച രീതിയിലുള്ള ഉത്തരം പറയാൻ എന്ത് ചെയ്തു, അതിന് കാരണമായി. അപ്പോൾ അങ്ങനെ കൺവിൻസിങ് ആവുക, ആ ഹോബി അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത്, എൻ്റെ വീക്ക്നെസ്, ഞാൻ പഠിച്ചത്, അതിനൊക്കെ എന്ത് ചെയ്യുക, ഇന്ന കാരണങ്ങളാണ് എന്നുള്ളത്. ഇപ്പം വളരെയധികം കാൻഡിഡേറ്റ്സിനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പഠിച്ച പ്രൊഫഷനിലല്ല തുടർന്ന് വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ആവാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ 10 വർഷത്തെ പഠന ഗ്യാപ്പ് എടുത്തിട്ടുള്ളവരുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അതൊന്നും ഒരു നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ട് ഒരിക്കലും കരുതരുത്. അതിനകത്തുള്ള പോസിറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യുക. സാർ, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇതായിരുന്നു താല്പര്യം, പിന്നീട് ഞാൻ ജോലിക്ക് ഈ ഒരു കാര്യം എന്നുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ ഇത്ര വർഷത്തെ ഗ്യാപ്പ്, സാർ ഞാൻ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഇതിനെ ഒരു സക്സസ് ആയിട്ടാണ് കരുതുന്നത്, ഞാനിപ്പോൾ നിലവിൽ ഇൻ്റർവ്യൂ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കാം, നമ്മളെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണെന്ന് നമ്മൾ തന്നെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യം, അതാണ് ഒരു സക്സസ്ഫുൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതിലാണ് നിങ്ങളുടെ കോൺഫിഡൻസ് വ്യക്തമാവുന്നത്. അതിലാണ് നിങ്ങളുടെ ആൻസറിൻ്റെ ആ ഒരു സോ ഗുഡ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. സോ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ആൻസേഴ്സ് തനിയെ വന്നുകൊള്ളും. നിങ്ങളെല്ലാവരും ക്വാളിറ്റി ഉള്ളവരാണ്. കാരണം നിങ്ങൾ
പല സ്റ്റേജുകൾ കഴിഞ്ഞ് അവസാന സ്റ്റേജിലേക്ക് എത്തിയിട്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു. താങ്ക് യു ഓൾ.